ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ലെവലുകളൊക്കെ എങ്ങനെ വർക്ക് ചെയ്തു എന്നൊന്ന് നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ലെവൽ വെച്ച് 25,950 ആണല്ലേ. അത് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് രാവിലെ തന്നെ വന്നു. ആ സമയത്ത് പുട്സൈഡിലേക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എക്സിറ്റ് ആവാത്തവർക്കൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നമ്മൾ രാവിലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊരു 9:50 ആ സമയത്താണ് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. ഞാൻ ഗ്രൂപ്പിൽ നോക്കണം എന്നുള്ള പ്രത്യേക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 9:50 ആ സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ കോൾ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്തവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാനത് എക്സിറ്റ് ചെയ്തിട്ടില്ല. എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു റിവേഴ്സിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാമെന്നും കൂടി അതിൽ പറഞ്ഞിരുന്നു. റിവേഴ്സിൽ വരികയാണെങ്കിൽ നമുക്ക് റിവേഴ്സൽ ട്രേഡ് എടുക്കാമെന്നൊരു കൺസെപ്റ്റിൽ നിന്നത് വലിയൊരു ബുള്ളിഷ് ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം ചെറിയ കുറച്ചൊന്ന് മുകളിലേക്ക് ഇവിടെ വരെ പോകുന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് അത്രമാത്രം മാർക്കറ്റ് മുകളിലേക്ക് പോയില്ല. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോയി നമുക്ക് ഏകദേശം 10-20 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് തരുകയും ചെയ്തു. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ട്രേഡ് എടുത്തില്ല. ചില ആൾക്കാരൊക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കൃത്യമായി നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെ. ഞാൻ എടുക്കാത്ത കാരണം എന്താ വെച്ചാൽ ഞാൻ നിഫ്റ്റിയിൽ ഓൾറെഡി കോൾ കൊടുത്തുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാതിരുന്നത്. ട്രേഡ് എടുത്ത് നമ്മൾ കൃത്യമായി നമ്മുടെ ലെവലുകളിൽ തന്നെ ബാങ്ക് നിഫ്റ്റി കൃത്യമായി വർക്ക് ചെയ്തിരുന്നു. പിന്നെ 59,300 റെസിസ്റ്റൻസ് കാണിച്ചു. അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമ്മൾ അടുത്ത റെസിസ്റ്റൻസ് പോയിന്റ് വരെ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലായിരിക്കും കിട്ടിയിരുന്നു പറഞ്ഞു. ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിട്ട് ഞാൻ നിഫ്റ്റിയിലാണ് എടുത്തത്. വേറെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നിഫ്റ്റിയിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങിയത്. നാളത്തെ പ്രധാനപ്പെട്ട ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. നാളെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലൊന്ന് നോക്കുക. ഞാൻ ഇടുന്ന വോയിസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക, ഞാൻ മറുപടി തരാം. ഓക്കെ. 25,950 25,900 ഒരു ലെവൽ, അതായത് ഒരു 50 പോയിന്റ് നമുക്ക് ഒരു സപ്പോർട്ട് ലെവലായിട്ട് എടുക്കാം. അതിൻ്റെ മുകളിൽ വരുന്നത് 50 കൊണ്ട് ഒരു 30 പോയിന്റ് മതിയാവും. ഒരു 30 പോയിന്റ് മാക്സിമം എത്ര വിടും? 25,930 മുതൽ 25,900 വരെയുള്ള റേഞ്ച് ഉണ്ടല്ലോ. ആ റേഞ്ച് വരെ നമുക്കൊരു സപ്പോർട്ടായിട്ട് എടുക്കാം. മുകളിൽ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 26,050 മുതൽ 26,060 വരെ ഒരു 10 പോയിന്റിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ 26,150 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ടാണ് എടുക്കുന്നത്. താഴത്തേക്ക് മറ്റൊരു സപ്പോർട്ടിലുള്ളത് 25,850 മറ്റൊരു സപ്പോർട്ടായിട്ട് വരുന്നത്. അതായത് 25,900 ബ്രേക്ക് ചെയ്താൽ 25,850 വരെ നിഫ്റ്റി മൂവ് ചെയ്യും. 850 800 വരെ വരും. അത് ഒരു 50-60 പോയിന്റുകൾ താഴത്തേക്ക് വരും. അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അഥവാ ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണ്, ഈ വന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുകയാണ്, മുകളിലേക്ക് വീണ്ടും ഒരു ട്രേഡ് നോക്കാം നമുക്ക്. ഓക്കെ. നാളെ മിക്കവാറും മാർക്കറ്റ് ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ചെറിയൊരു ബുള്ളിഷ് ആവാനുള്ള സാധ്യത നമുക്ക് നോക്കാം. നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. നാളെയും കൂടി നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ആക്റ്റീവ് ആവും. ഈ ലെവലുകളൊന്ന് വരച്ച് വെച്ചോളൂ നിങ്ങൾ. 26,050, അതിന് മുകളിൽ വരുന്ന 26,150, താഴത്തുള്ളത് 25,930 മുതൽ 25,900, പിന്നീട് 25,850. ബാങ്ക് നിഫ്റ്റിയിലെ ലെവലുകൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അത് ഇന്നലെ തന്ന ലെവലുകളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നും നാളത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 59,500 മുതൽ 59,600 വരെയുള്ള റേഞ്ച്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അത്യാവശ്യം ഒന്ന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 59,800 മുതൽ 900 വരെ പോകാനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റ്. സപ്പോർട്ട് വെച്ചെങ്കിൽ 59,300 ഒരു സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്താൽ 59,100, 59,50 വരെ, 59,000 വരെ, 59,100 വരെ വരാനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റിന്. അതായത് 59,300 ബ്രേക്ക് ചെയ്താൽ. ഓക്കെ. ഇന്നത്തെ പോലെ തന്നെയായിരിക്കും മാർക്കറ്റ്. അപ്പോൾ നാളെ അത് എവിടെ ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എങ്ങനെ അതിന് നമുക്ക് നോക്കണം എന്നുള്ളത് നമുക്ക് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ നിങ്ങളൊന്ന് വരച്ച് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വോയിസും കൂടി ഇടുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ നാളത്തെ സ്ട്രക്ചറിൻ്റെ ഒരു വോയിസ് നാളെ രാവിലെ തന്നെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ലെവലും കൂടി നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. നാളെ കാണാം.